വെളിയിലെ കാലാവസ്ഥ നല്ല തണുപ്പാണല്ലോ. പിന്നെ അകത്ത് മാത്രം എന്താ ഇത്ര ചൂട്? എന്താ മോളെ, എന്താ പറ്റിയേ? എന്ത് പറ്റിയെന്നോ? ഇതാ പറ്റിയേ. ഇതെങ്ങനെ പറ്റി? ഒരു മിനിറ്റ് ഒന്ന്. ഇനി പറ, ഇതെങ്ങനെ പറ്റി? എന്ത് പറയാനാ പാപ്പ? വണ്ടിക്കാർക്ക് നടന്നു പോകുന്നവരുടെയും സൈക്കിളിൽ പോകുന്നവരുടെയും കാര്യത്തിൽ ഒരു ചിന്തയില്ല. ഒരു പെണ്ണുമ്പിള്ള എങ്ങും നോക്കാതെ വണ്ടി തിരിച്ചു. അങ്ങനെ എന്റെ സൈക്കിളായിട്ട് കൂട്ടിയിടിച്ചു. അതും പോരാഞ്ഞ് എന്നോട് വന്ന് പറയുവാ, ഐ എം റിയലി സോറി മോളെ, നീ എന്നെ കണ്ടില്ല അല്ലേന്ന്. അതെ, ഈ വണ്ടിയിൽ കണ്ണാടിയൊന്നും ഇല്ലേന്ന്. പോട്ടെ, ഒന്നുമില്ലെങ്കിലും സോറിയെങ്കിലും പറഞ്ഞില്ലേ. ചിലപ്പോ ഒരു പക്ഷേ അവർ നിന്നെ കണ്ടു കാണില്ലായിരിക്കും. അല്ലേലും എനിക്ക് അറിയായിരുന്നു പപ്പ, നിങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന്. പപ്പ ഇപ്പൊ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാ തെറ്റ് മുഴുവൻ എന്റേതാണ്, ഞാനാണ് സൈക്കിൾ തെറ്റിച്ചോടിച്ചെന്നല്ലേ? അതല്ലേ? എന്റെ കൂടെ വാ. വാ, ഇരിക്കേ. ഒന്ന് വന്നിരിക്കടോ. ഒരു മിനിറ്റ്, നീ കാറിന്റെ ഏത് സൈഡിൽ കൂടെ സൈക്കിൾ ഓടിച്ച്? ഇടതുവശം. ഓക്കെ, അപ്പോൾ നീ ലെഫ്റ്റ് സൈഡ് വ്യൂ മിററിലും പിന്നെ റിയർ വ്യൂ മിററിലും രണ്ടിലും നോക്കണം. ഓക്കെ? ഇപ്പോൾ നിനക്കെന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോഴോ? കാണാം. ഇപ്പോ കാണാം. ഇപ്പൊ കാണാമോ? നിനക്കിപ്പോ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ബ്ലൈൻഡ് സ്പോട്ട്. ഇതിനെ ബ്ലൈൻഡ് സ്പോട്ട് എന്നാ പറയുന്നത്. ഇത് എല്ലാ വണ്ടികൾക്കും ഉണ്ട്. ഇത് മൂലം ഡ്രൈവർക്ക് അടുത്തുള്ളതും പിന്നിൽ നിന്ന് വരുന്നതുമായിട്ടുള്ള വണ്ടികളൊന്നും കാണാൻ പറ്റില്ല. വണ്ടി എത്ര വലുതാണോ ബ്ലൈൻഡ് സ്പോട്ടും അത്രയ്ക്കും വലുതായിരിക്കും. നീയും ആ സ്ത്രീയുടെ കാറിന്റെ ബ്ലൈൻഡ് സ്പോട്ടിലായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർ നിന്നെ കാണാതിരുന്നത്. പക്ഷേ പപ്പ, എന്നാലും ഇതിൽ എന്റെ തെറ്റൊന്നും കാണാനില്ലല്ലോ. ഇതിൽ നിന്റെ തെറ്റുണ്ടെന്ന് ഞാനെപ്പോഴാ പറഞ്ഞേ? ഞാനിപ്പോ നിന്നോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാ, തെറ്റാരുടെയാണെന്നതിനേക്കാൾ അതിലേറ്റവും പ്രധാനം ആ തെറ്റിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടാമെന്നതാണ്. എന്താണെന്ന് വെച്ചാ, ചിലപ്പോൾ റോഡിൽ സംഭവിക്കുന്ന ചെറിയൊരു തെറ്റ് വരെ ആരുടെയെങ്കിലും ഒക്കെ ജീവൻ വരെ നഷ്ടപ്പെടുത്തിയേക്കാം. ആ തെറ്റ് എന്ത് വേണമെങ്കിലും ആവാം. ശരിക്കുള്ള സൈക്കിൾ ഗിയർ അല്ലെങ്കിൽ ഹെൽമെറ്റ് ധരിക്കാതിരിക്കുന്നത്. ഈ തെറ്റിന്ന് നിനക്ക് സംഭവിച്ചു അല്ലേ? ഹേയ്, എന്താ ഇത്ര ആലോചിക്കുന്നത്? വാ, വേഗം റെഡിയാവ്. പപ്പയുടെ കൂടെ ഇപ്പം തന്നെ ഒരു സൈക്കിൾ റൈഡ് പോകാം. വാ. സൈക്ലിംഗ് ഹെൽമെറ്റ്, ഗാർഡ്സ്, റൈഡിംഗ് ക്ലോത്ത്സ്, ഇതാണ് ശരിക്കുള്ള റൈഡിംഗ് ഗിയർ. ഗുഡ്. ആരാ പറഞ്ഞ എന്റെ മോള് മണ്ടിയാണെന്ന്? കുറച്ചു മുമ്പേ പപ്പ തന്നെയല്ലേ അങ്ങനെ പറഞ്ഞത്? അത് ഞാൻ നിനക്ക് കുറച്ച് മുൻകരുതലുകൾ എടുത്താൽ എങ്ങനെയെല്ലാം റോഡപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാമെന്ന് പറഞ്ഞു തരുമല്ലായിരുന്നു. ഇപ്പൊ തന്നെ നോക്കിക്കേ, നീ ആ സ്ത്രീയുടെ ബ്ലൈൻഡ് സ്പോട്ടിന് വെളിയിലായിരുന്നു ഇപ്പോൾ സൈക്കിൾ ഓടിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർ തിരിക്കുന്നതിന് മുമ്പ് ഫോണോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററോ ഇട്ടിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകുമായിരുന്നില്ല. കണ്ടോ, ഒരു ബ്ലൈൻഡ് സ്പോട്ട് കൂടി. ഇപ്പൊ ഈ കുറ്റിക്കാടും കൊടും വളവും മൂലം നമ്മൾ ആ ബൈക്കറുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ പെട്ടു. പക്ഷെ പപ്പ, നമ്മൾക്കൊരു വണ്ടിയുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? നിസ്സാരം. അവർ നമ്മളെ ശരിക്കും കാണുന്ന രീതി നിൽക്കണം. അവരിൽ നിന്നും ഒരു സേഫ് ഡിസ്റ്റൻസും പാലിക്കണം. നമ്മൾ വണ്ടിയുടെ ബ്ലൈൻഡ് സ്പോട്ടിന് വെളിയിലായിരിക്കണം നിൽക്കേണ്ടത്. എന്നുവെച്ചാൽ ശരിക്കും കാണപ്പെട്ടാലല്ലേ നമ്മൾ സുരക്ഷിതരാവുകയുള്ളൂ. അതിൽ നിന്റെ ഈ ബ്രൈറ്റ് വസ്ത്രവും തിളങ്ങുന്ന ഗിയേഴ്സും വളരെയധികം സഹായകമാണ്. ദേ അത് കണ്ടോ, ആ ബൈക്കർ അയാളുടെ ഹെൽമെറ്റിൽ ഒട്ടിച്ചത് കണ്ടില്ലേ? ഇത് ഇരുട്ടത്ത്
മറ്റുള്ളവർക്ക് നമ്മളെ ശരിക്കും കാണാൻ ഉപകരിക്കും. ഒന്നോ എന്തു പറ്റി? അങ്കിൾ, സോറി, ഞാൻ നിങ്ങളെക്കാൾ ഒത്തിരി ഇളയതാ. എങ്കിലും നിങ്ങളോട് പറയുവാ, അങ്കിളിന്റെ ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കണമായിരുന്നു. ഈ പപ്പിക്ക് പകരം ഒരു ചെറിയ കുട്ടിയായിരുന്നെങ്കിലോ? സോറി മോളെ, ഇത് ഞാൻ കണ്ടേയില്ല. എപ്പോഴാ വണ്ടിയുടെ പുറകെ വന്നെന്ന് അറിഞ്ഞില്ല. പിന്നെ ഇതില് എന്റെ ഭാഗത്തും തെറ്റൊന്നുമില്ലല്ലോ. അങ്കിൾ, എന്റെ പപ്പ പറയുന്നത് തെറ്റാരുടെ ഭാഗത്താണ് എന്നുള്ളതല്ല പ്രധാനം, അതിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് പ്രധാനം. ഒരുപക്ഷെ ആ തെറ്റുമൂലം റോഡിൽ ഒരു ജീവൻ വരെ നഷ്ടപ്പെടാം. മോളെ, നിന്റെ പപ്പ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. പിന്നെ നീയും വളരെ സ്മാർട്ടായ കുട്ടിയാണ്. ആൻഡ് ഐ പ്രോമിസ്, ഇനി മുതൽ നിന്റെ ഈ വാക്കുകൾ ഞാൻ എപ്പോഴും ഓർത്തിരിക്കും. ഓക്കെ? ശരി. എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോള് ശരിക്കും സ്മാർട്ട് ആയിട്ടുണ്ട്. വീട് വരെ ഒരു റേസ് ആയാലോ? നോ റേസിംഗ്. റോഡിൽ സേഫ്റ്റിയാ മുഖ്യം. നമ്മൾ ഇനി തെറ്റുകൾ ചെയ്യരുത്, തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടണം. ഓക്കെ മാഡം, എന്നാ പോയാലോ? ആ.